ഈ അടിയും ഈ വഴക്കും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ മടുത്തു. ഇതെന്താണ് നമ്മുടെ സഭയിൽ സംഭവിക്കുന്നത്? മനുഷ്യർ ഹൃദയം തകർന്ന് പറയാണ്, ഇതൊക്കെ എന്താണിത്? എനിക്ക് അവരോടെല്ലാം ഒരു കാര്യം പറയാനുള്ളൂ, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഒരു വശത്ത് അനേക ആയിരങ്ങള് ജീവൻ പോലും കളഞ്ഞ് ആത്മാക്കളെ നേടുന്നു, മറുവശത്ത് അനേകായിരങ്ങൾ ഉതപ്പ് കൊടുത്ത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നു, കർത്താവിലേക്ക് നോക്കത്തില്ല. കാരണം എന്താ? സ്നേഹം ആരോടല്ല? കർത്താവിനോടല്ല, അവനവനോട് തന്നെയാണ്. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പതറരുത്, നിങ്ങൾ ഇത് കണ്ടിട്ട് വിഷമിക്കരുത്, നിങ്ങൾ ഇത് കണ്ടിട്ട് ഭാരപ്പെടരുത്, നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിശ്വാസം കളയരുത്, പള്ളിപ്പോക്ക് നിർത്തരുത്. ഇത് കർത്താവ് 2000 വർഷം മുമ്പ് മുൻകൂട്ടി പറഞ്ഞതാണ്. നിങ്ങളുടെ വികാരിയച്ഛനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്, നിങ്ങളുടെ ധ്യാനഗുരുവിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്, ഈ മറ്റുള്ളവരുടെ ദുർമാതൃകകൾ കണ്ട് നിങ്ങൾ മനസ്സിടിഞ്ഞു പോകരുത്. അതെനിക്ക് പറയാനുള്ളൂ. അത് ഈ ദിവസങ്ങളിൽ കാണുന്ന വാർത്തകൾ കണ്ട് മനസ്സ് ഭാരപ്പെടുന്നത് കൊണ്ടും പലരും വിഷമിക്കുന്നത് കൊണ്ടും പറഞ്ഞതേ ഉള്ളൂ.